Welcome to Shrudi's ChemTube. Solid State Part 7. Close packing in a continuation another. അപ്പോൾ നമ്മൾ ക്ലോസ് പാക്കിംഗ് 1 ഡയമെൻഷൻ കണ്ടു, 2 ഡയമെൻഷൻ കണ്ടു. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. നമ്മൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് രണ്ടെണ്ണം കണ്ടു. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും കണ്ടു. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനെ നോക്കുമ്പോൾ ഈ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറിലുള്ള ഗ്യാപ്പ് നോക്കൂ, അല്ലെങ്കിൽ വോയിഡ് നോക്കൂ. വോയിഡ് എങ്ങനെയാണ്? വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേക്കൻറ്റ് സ്പേസസ് ഇൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആർ നോൺ ആസ് വോയിഡ്സ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വോയിഡ് എന്ന് പറഞ്ഞാൽ ചെറിയ വോയിഡാണ്, ഇവിടുത്തെ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ വോയിഡാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതാണ് മോർ എഫിഷ്യൻറ്റ് പാക്കിംഗ്? ഇതാണ് അല്ലേ, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. കാരണം എന്താണ്? മിനിമം സ്പേസ് വെച്ച് മാക്സിമം സ്ഫിയേഴ്സിനെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗിൽ കമ്പയർഡ് ടു സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. സോ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പോലെ തന്നെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങും നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ക്യാൻ ബി ഡൺ ഇൻ 2 വേസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3 dimensional close packing from 2 dimensional square close packed structure. Second one 3 dimensional close packing from 2 dimensional hexagonal close packed structure. അപ്പോൾ first one 3 dimensional close packing from 2 dimensional square close packed structure. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഇത് സിമ്പിളാണ്. കാരണം എന്താണ്? നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും അറേഞ്ച് ചെയ്ത് വെച്ച് പോയത്, അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് എബോവ് ആയിട്ട് ഇതുപോലെ ലെയേഴ്സ് എന്ത് ചെയ്താൽ മതി, വെർട്ടിക്കലി അറേഞ്ച് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടും ഫ്രം സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു സ്ട്രക്ചർ എന്തിനോട് സിമിലർ ആണ്? സിമ്പിൾ ക്യൂബിക് ലാറ്റിസസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് ലാറ്റിസസിനോട് സിമിലർ ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ്സൽ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഇതാണ് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോയിഡ്സ് കാണാം അല്ലേ? ഇത് എ വോയിഡ്, ഇത് ബി വോയിഡ്, ഇത് എ വോയിഡ്, ഇത് ബി വോയിഡ്. അതായത് ഈ ഡൗൺവേർഡ് ട്രയാങ്കിൾ കാണിച്ചിട്ടില്ലേ, ഇതാണ് എ വോയിഡ്. ഈ അപ്വേർഡ് ട്രയാങ്കിൾ കാണിച്ചിട്ടുള്ളതാണ് ബി വോയിഡ്. ഈ എ വോയിഡ്സിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ഇതുപോലത്തെ ബോൾസ് വെച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ 3 dimensional close packing from 2 dimensional hexagonal close packed layer or structure. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പ് വോയിഡ് കാണാൻ പറ്റും. ഇതാണ് എ വോയിഡ് ആൻഡ് ദിസ് വൺ ഈസ് ബി ടൈപ്പ് വോയിഡ്. ഓക്കെ, ഈ എ ടൈപ്പ് വോയിഡ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതും ട്രയാങ്കുലർ ഷേപ്പാണ്, ബി ടൈപ്പ് വോയിഡും എന്താണ് ട്രയാങ്കുലർ ഷേപ്പാണ്. പക്ഷേ എ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ട്രയാങ്കിളും ബി എന്ന് പറയുന്നത് അപ്വേർഡ് ട്രയാങ്കിൾ ആണ്. ഇതാണ് അപ്വേർഡ് ട്രയാങ്കിൾ, ഇതാണ് ഡൗൺവേർഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് ട്രയാങ്കിൾ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? അപ്വേർഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെക്കണം. ഈ സെക്കൻഡ് ലെയർ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എ എന്ന് പറയുന്ന വോയിഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് സെക്കൻഡ് ടൈപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഇങ്ങനെ ഞാൻ എ എന്ന് പറയുന്ന വോയിഡിനെ ഫില്ല് ചെയ്ത് പോയപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന വോയിഡ് അല്ലേ? ഈ ബി എന്ന് പറയുന്ന വോയിഡിന് മുകളിലായിട്ട് 3 യെല്ലോ ബോൾസ് കാണാനില്ലേ? 1 2 3. ഈ 3 യെല്ലോ ബോൾസിൻ്റെ ഇടയ്ക്കും ഒരു വോയിഡ് ഫോം ചെയ്തു. ഓക്കെ, താഴെ ഉണ്ടായിരുന്ന ബി എന്ന് പറയുന്ന വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് വോയിഡ് ആയിരുന്നു അല്ലെങ്കിൽ അപ്വേർഡ് ട്രയാങ്കിൾ ആയിരുന്നു. ഇവിടെ നമുക്ക് ഈ യെല്ലോ ബോൾസിൻ്റെ ഇടയ്ക്ക് കിട്ടിയ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡ് ട്രയാങ്കുലർ വോയിഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ വോയിഡാണ് നമുക്ക് കിട്ടിയത്. താഴെയുള്ള വോയിഡിൻ്റെയും മുകളിൽ ഒരു വോയിഡും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡബിൾ ട്രയാങ്കുലർ വോയിഡാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഈ ബിയുടെ മുകളിലായിട്ട് നമുക്ക് വേറൊരു വോയിഡും കൂടി കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്?
ഡബിൾ ട്രയാങ്കുലർ വോയിഡ് ആണ്. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ ഈ 3 യെല്ലോ ബോൾസിൻ്റെ ഇടയ്ക്കും ഒരു വോയിഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ വോയിഡ് എന്ന് പറയുന്നത് താഴെ ഇരിക്കുന്ന ഓറഞ്ച് സ്ഫിയറിൻ്റെ മുകളിലായിട്ട് വന്ന ന്യൂ വോയിഡ് ആണ്. ഈ വോയിഡ് എന്ന് പറയുന്നത് പുതുതായിട്ട് രൂപം കൊണ്ട വോയിഡ് ആണ്. ഓക്കെ, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഡബിൾ ട്രയാങ്കുലർ വോയിഡിനെ നമ്മൾ ഡി എന്നും ഇവിടെ ഫോം ചെയ്ത ന്യൂ വോയിഡിനെ നമ്മൾ സി എന്നും റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ എ എന്ന വോയിഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് അതിന് മുകളിലായിട്ട് ഈ റെഡ് സ്പിയേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എന്ന് പറയുന്നത് താഴെ ഒരു വോയിഡ് ഉണ്ട്, മുകളിൽ ഒരു വോയിഡ് ഉണ്ട്. ഈ 2 വോയിഡ്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വോയിഡാണ് നമുക്കിവിടെ കിട്ടിയത്, ഡബിൾ ട്രയാങ്കുലർ വോയിഡ്. ഈ സി എന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഈ സി എന്ന് പറയുന്നത് പുതുതായിട്ട് ഫോം ചെയ്ത വോയിഡാണ്. അതായത് താഴെ ഒരു സ്പിയർ ഉണ്ട്, അതിന് മുകളിലായിട്ട് 3 സ്പിയേഴ്സ് ഉണ്ട്. അങ്ങനെ 4 സ്പിയറിൻ്റെ ഇടയ്ക്ക് വരുന്ന വോയിഡാണ് സി എന്ന് പറയുന്നത്. ഈ ഡി എന്ന് പറയുന്ന വോയിഡ് താഴെ 3 സ്പിയേഴ്സ് ഉണ്ട്, മുകളിലും 3 സ്പിയേഴ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 സ്പിയേഴ്സിൻ്റെ ഇടയ്ക്ക് വന്ന ഡബിൾ ട്രയാങ്കുലർ വോയിഡാണ് ഡി എന്ന് പറയുന്ന വോയിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഡി എന്ന് പറയുന്ന ഈ വോയിഡും സി എന്ന് പറയുന്ന ഈ വോയിഡും. ഓക്കെ, ഈ ഡി എന്ന് പറയുന്ന ഈ വോയിഡിൻ്റെ താഴെ 3 ഓറഞ്ച് ബോൾസ്, ഇവിടെ 3 യെല്ലോ ബോൾസ് കാണിച്ചിട്ടുണ്ട്. എല്ലാം ഒരുപോലെ തന്നെയാണ് സ്പിയേഴ്സ്, കളർ ഡിഫറൻസ് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, പുതുതായിട്ടൊരു വോയിഡ് ഫോം ചെയ്തത് 2 ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള വോയിഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3, താഴെ ഒരു ബോൾ, 4. ഓക്കെ, അങ്ങനെ 4 ബോൾ ഇതിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ 4 സ്പിയേഴ്സ് ഈ വോയിഡിനെ സറൗണ്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇവിടെ 6 സ്പിയേഴ്സ് ഈ ഒരു വോയിഡിനെ സറൗണ്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള സി എന്ന് പറയുന്ന വോയിഡ്. അതായത് താഴെ ഒരു ബോളും അതിന് മുകളിലായിട്ട് 3 സ്പിയേഴ്സും, അങ്ങനെ ടോട്ടൽ 4 സ്പിയേഴ്സ് സറൗണ്ട് ചെയ്ത് വരുന്ന വോയിഡാണ് ഈ ഒരു വോയിഡ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, 4 സ്പിയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഈ 4 സ്പിയേഴ്സിനെ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ്? ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹീഡ്രൽ ഷേപ്പാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഓക്കെ, ടെട്രാഹീഡ്രൽ വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്പിയേഴ്സ്. സെക്കൻഡ് കേസ് കണ്ടോ, ഡി എന്ന് പറയുന്ന പുതിയ വോയിഡ് ഫോം ചെയ്തത്. അതായത് എന്താണ്, ഒരു അപ്വേർഡ് വോയിഡ് താഴെയുണ്ട്, ഒരു ഡൗൺവേർഡ് വോയിഡ് മുകളിലും ഉണ്ട്. താഴെ 3 സ്പിയേഴ്സ് ഉണ്ട്, മുകളിലും 3 സ്പിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ട്രയാങ്കുലർ വോയിഡിനെ സറൗണ്ട് ചെയ്തിട്ട് 6 സ്പിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ 6 സ്പിയേഴ്സ് സറൗണ്ടഡ് ആയിട്ട് വരുന്ന ഈ ഒരു വോയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. ഒരു അപ്വേർഡ് ട്രയാങ്കിൾ, ഒരു ഡൗൺവേർഡ് ട്രയാങ്കിൾ, ഇതിന് രണ്ടിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഷേപ്പാണ് കിട്ടുക, ഒരു സ്റ്റാർ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിന് യോജിപ്പിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഒരു അപ്വേർഡ് ട്രയാങ്കിൾ, ഒരു ഡൗൺവേർഡ് ട്രയാങ്കിൾ, ഇതിനെ ഇങ്ങനെ നമ്മളൊരു ലൈൻ വെച്ച് യോജിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും? ഒരു ഒക്ടാഹീഡ്രൽ ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വോയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് octahedral void. Voids are also known as holes or interstices. അപ്പോൾ 2-dimensional hexagonal close പാക്കിങ്ങിന് മുകളിലായിട്ട് നമ്മൾ എ എന്ന് പറയുന്ന വോയിഡിനെ കവർ ചെയ്ത് പോയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഹെക്സഗണിൻ്റെ മുകളിലായിട്ടൊരു 3 സ്പിയേഴ്സ് കിട്ടി. ഓക്കെ, ഇനി തേർഡ് ലെയർ വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? തേർഡ് ലെയർ വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന ഒക്ടാഹീഡ്രൽ വോയിഡിനെ ഫിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പിയേഴ്സ് വെച്ച് പോവാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ സ്പിയേഴ്സ് ഫിൽ ചെയ്ത് വെച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സി എന്ന് പറയുന്ന ടെട്രാഹീഡ്രൽ വോയിഡിനെ ഫിൽ ചെയ്യുന്ന കേസ് നോക്കാം. ഈ സി എന്ന് പറയുന്ന വോയിഡിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സി എന്ന് പറയുന്ന ഈ ഒരു വോയിഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബോൾസിനെ അല്ലെങ്കിൽ സ്പിയേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ എ ലെയർ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ എ ലെയർ കഴിഞ്ഞ് വീണ്ടും ഈ 3 സ്പിയേഴ്സുള്ള ബി ലെയർ, വീണ്ടും എന്ത് വരും? എ ലെയർ വരും. അതിന് മുകളിലായിട്ട് 3 സ്പിയേഴ്സുള്ള ബി ലെയർ വരും. അപ്പോൾ ഈ എ ബി പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരും.
ഓക്കെ, ഇത്തരത്തിലുള്ള പാക്കിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇനി നമ്മൾ ഈ ഡി എന്ന് പറയുന്ന ഒക്ടാഹീഡ്രൽ വോയിഡിനെയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ ലെയർ എന്താണ്? എ ലെയർ, സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ബി ലെയർ, തേർഡ് ലെയർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ് കിട്ടുക. അതിന് നമ്മൾ സി ലെയർ എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി പാറ്റേൺ ആയിരിക്കും. ഇത്തരം ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഫിഗർ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Cubic close packing or CCP is also known as face centered cubic close packing FCC. നിക്കൽ, കോപ്പർ, സിൽവർ, ഗോൾഡ് പോലുള്ള ക്രിസ്റ്റൽസ് ആണ് ഈ ക്ലോസ് പാക്കിംഗ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡും ഒക്ടാഹീഡ്രൽ വോയിഡും കണ്ടു. നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഇൻ എ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു 2n ആണ്. അതായത് എത്ര സ്ഫിയേഴ്സ് ഉണ്ടോ, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയേഴ്സിൻ്റെ നമ്പറാണ്. എത്ര സ്ഫിയേഴ്സ് ഉണ്ടോ ആ സ്ഫിയേഴ്സിൻ്റെ ഡബിൾ ടെട്രാഹീഡ്രൽ വോയിഡ്സ് നമുക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സിൻ്റെ നമ്പർ സ്ഫിയേഴ്സിൻ്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ആ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ എത്ര സ്ഫിയേഴ്സ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ 3-dimensional close packing from 2-dimensional square close packed structure and 2-dimensional hexagonal close packed structure. 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ 3-dimensional സ്ട്രക്ചർ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? സിമ്പിൾ ക്യൂബിക് ലാറ്റിസസ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന യൂണിറ്റ് സെൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ആണ്. ഓക്കെ, ദെൻ 3-dimensional ക്ലോസ് പാക്കിംഗ് ഫ്രം ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഇൻ 2 ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ സെക്കൻഡ് ലെയർ വയ്ക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് വോയിഡ്സ് കിട്ടും. ടെട്രാഹീഡ്രൽ വോയിഡും ഒക്ടാഹീഡ്രൽ വോയിഡും. ദെൻ ടെട്രാഹീഡ്രൽ വോയിഡിന് മുകളിലായിട്ട് നെക്സ്റ്റ് ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എ ബി പാറ്റേൺ ആണ്. അതിന് വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, HCP. ദെൻ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിലായി നെക്സ്റ്റ് ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എ ബി സി പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അതുമല്ലെങ്കിൽ FCC, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഇനി CCP എടുത്താലും HCP എടുത്താലും എന്താണ്, അതിൽ സ്ഫിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 നിയറസ്റ്റ് നെയ്ബേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അവിടെ 12 ടച്ചിങ് സ്ഫിയേഴ്സ് ഉണ്ട്. സോ ഈ രണ്ടിൻ്റെ കേസിലും HCPയുടെ കേസിലും CCPയുടെ കേസിലും കോർഡിനേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 12 ആണ്.